ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ജൂലൈ 3 സത്യവിശ്വാസികൾ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ ഒരു എളിയ നിർദ്ദേശം വയ്ക്കുകയാണ്. മാർപ്പാപ്പയുടെ കീഴിലുള്ള സഭയോടൊപ്പം, സുറിയാനി സഭയോടൊപ്പം നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടമായി ചെന്ന് നിങ്ങൾ വികാരിയച്ഛനെ കാണണം. എന്നിട്ട് പറയണം, ഷെഡ്യൂൾഡ് സമയത്തുള്ള കുർബാന അത് സഭയുടെ കുർബാനയായിരിക്കണം. ജനാഭിമുഖ കുർബാന സഭയുടെ കുർബാനയല്ല. അത് വിമതരും അൽമായ മുന്നേറ്റക്കാരും പിടിവാശിയോർ നിൽക്കുന്നത് കൊണ്ട് ഒരു വിട്ടുവീഴ്ചയാണ്. അത് ശരിക്കുള്ളതല്ല. പിന്നെ അങ്ങനെ നൽകാനായിട്ട് അവർക്ക് അധികാരമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുകയും ചെയ്യണു. അപ്പം അതുകൊണ്ട് സഭയുടെ കുർബാന എന്ന് പറയുന്നത് ഏകീകൃത കുർബാന എന്ന് നമ്മൾ പറയുന്ന സിനഡ് കൽപ്പിച്ച കുർബാന, ആ കുർബാന ഷെഡ്യൂൾഡ് സമയത്ത് ചൊല്ലണം. അതാണ് സഭയുടെ കുർബാന. പിന്നെ ജനാഭിമുഖം വേണമെന്ന് വിമതർക്കും അൽമായ മുന്നേറ്റക്കാർക്കൊക്കെ അത്ര വലിയ പിടിവാശി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളത് വേറെ സമയത്ത് ചൊല്ലിക്കോ. ഷെഡ്യൂൾഡ് സമയത്ത് സഭയുടെ കുർബാന ആയിരിക്കണമെന്ന് ഒറ്റക്കെട്ടായി നിങ്ങൾ ചെന്ന് പറയണം. പിന്നെ വേണമെങ്കിൽ ഒരു അഡീഷണൽ ആർഗ്യുമെൻ്റ് കൂടി പറയാം. ഈ ജൂലൈ 3 മുതൽ ജനാഭിമുഖ കുർബാന പങ്കെടുത്താൽ കുർബാനക്കടം തീരുമെന്ന് തട്ടിലും പാമ്പ്ലാനിയും അറിയിച്ചിട്ടുണ്ട്. ജൂലൈ 3 മുതൽ ജനാഭിമുഖ കുർബാന പങ്കെടുത്താൽ കുർബാനക്കടം തീരുമെന്ന് തട്ടിലും പാമ്പ്ലാനും കൂടി എഴുതി അറിയിച്ചിരിക്കുക. അങ്ങനെ അറിയിക്കാൻ അവർക്ക് അധികാരമുണ്ടോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽപ്പുണ്ട്. അങ്ങനെയൊക്കെ പറയാൻ അവർക്ക് അധികാരമുണ്ടോ സംശയമുണ്ട്. പിന്നെ ജനാഭിമുഖ കുർബാന ലിസിറ്റാണ് എന്ന് അതിന് എഴുതിയിട്ടില്ല. കുർബാനക്കടം തീരുമെന്നൊരു ഒഴുക്കമട്ടിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ ലിസിറ്റാണ് ജനാഭിമുഖ കുർബാന എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുമില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലായല്ലോ, ഈ തട്ടിലും പാമ്പ്ലാൻ എന്താ എഴുതിയിരിക്കുന്നത്? ഈ 2025 ജൂലൈ മുതൽ ജനാഭിമുഖ കുർബാന പങ്കെടുത്താൽ കുർബാനക്കടം തീരുമത്രേ. അപ്പം കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് ജനാഭിമുഖ കുർബാന പങ്കെടുത്തവർ കുർബാനക്കടം തീർന്നിട്ടില്ലല്ലോ. അതായത് അവർ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിച്ചിട്ടില്ല. ദൈവകൽപ്പനയാണ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുക. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കാത്തതാണ് കുർബാനക്കടം. കുർബാനക്കടം എന്ന് ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിച്ചില്ല എന്ന ദൈവകൽപ്പന ലംഘിച്ചവരാണ് കഴിഞ്ഞ 4-5 വർഷമായിട്ട് വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും അവരുടെ കുർബാന പങ്കെടുത്തവരും. അല്ലേ? ദൈവകൽപ്പനയാണ് ലംഘിച്ചിരിക്കുന്നത്. കർത്താവ് നൽകിയ കൽപ്പനയാണ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന വെളിപാട് 1:10 ആ കൽപ്പന അവർ ലംഘിച്ചിരിക്കുകയാണ്. അങ്ങനെ കൽപ്പനയുടെ ലംഘനത്തെയാണ് കുർബാനക്കടം എന്ന വാക്കുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഇത്ര വർഷമായിട്ട് അവർ ജനാഭിമുഖ കുർബാന ചൊല്ലുകയും അപ്പോൾ ഈ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന കൽപ്പന ലംഘിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പാപത്തിലാണ് അവർ. മാരകപാപമാണ്. ദൈവകൽപ്പനകളിൽ ഒന്നാണ് ലംഘിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ചുരുങ്ങിയ പക്ഷെ 4-5 വർഷമായിട്ടെങ്കിലും ജനാഭിമുഖ കുർബാന എന്ന ഈ ഇല്ലിസിറ്റ് കുർബാന അതിൽ പങ്കെടുത്ത് കുർബാനക്കടം തീരാതെ എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കാതെ അങ്ങനെ വീണ്ടും ഒരു പാപം ചെയ്ത് ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ആ പാപം ചെയ്യാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിക്കരുത്. ഞാൻ ആവർത്തിക്കുകയാണ്, ഈ തട്ടിലിനും പാമ്പ്ലാനിക്കും ഇങ്ങനെ ഒഴിവ് നൽകാൻ അധികാരമുണ്ടെന്ന് ചോദിച്ചെന്നമായിരിക്കെ ഇനിയും അങ്ങനെയുള്ള ഈ ഇല്ലിസിറ്റ് ആയിട്ടുള്ള കുർബാനയിൽ പങ്കെടുത്ത് പാപം ചെയ്യാൻ പാടില്ലല്ലോ. അവർ തന്നെ പറയണു ഈ 2025 ജൂലൈ 3 മുതൽ ജനാഭിമുഖ പങ്കെടുത്താൽ കുർബാനക്കടം തീരുമെന്ന്. അപ്പോൾ അതിന് മുമ്പുള്ളത് തീർന്നിട്ടില്ലല്ലോ. ഇതിപ്പോൾ അവർ തന്നെ എഴുതി അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആവർത്തിക്കുകയാണ്, ഇവർക്ക് ഇങ്ങനെ കുർബാനക്കടം തീരുമെന്ന് അറിയിക്കാൻ ഇവർക്ക് അധികാരമുണ്ടോ എന്ന കാര്യം ചോദിച്ചെന്നുമാണ്. കാര്യങ്ങൾക്ക് വ്യക്തത വന്നിട്ടില്ല. അതിനാൽ വികാരിയച്ചോ, ഞങ്ങൾക്ക് സഭയുടെ കുർബാന ഷെഡ്യൂൾഡ് സമയത്ത് വേണം. ഷെഡ്യൂൾഡ് സമയത്ത് സഭയുടെ കുർബാന വേണം. അൽമായ മുന്നേറ്റക്കാർക്കും വേണമെങ്കിൽ അവർക്ക് ഈ ജനാഭിമുഖം അർപ്പിച്ചേ പറ്റുമെന്ന് അല്ലേ, അവർക്ക് അങ്ങനെ പാപം ചെയ്ത് പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ അച്ഛന് ആ പാപം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ജനാഭിമുഖ കുർബാന ചൊല്ലിക്കൊടുത്തോ. പക്ഷെ അത് ഷെഡ്യൂൾഡ് സമയത്ത് പറ്റില്ല എന്ന് കർശനമായിട്ട് കൂട്ടമായി ചെന്ന് വികാരിച്ചവരോട് പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. സത്യവിശ്വാസികൾ എത്ര പേര് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യണം. പോരാട്ടം തുടരണം. നമ്മൾ ഇല്ലേ ഒരു യുദ്ധം ജയിക്കണമെങ്കിൽ, പൈശാചിക ശക്തിയുള്ള യുദ്ധം ജയിക്കണമെങ്കിൽ പല പോരാട്ടങ്ങൾ ജയിക്കണം. നമ്മൾ പല പോരാട്ടങ്ങൾ ജയിച്ചു കഴിഞ്ഞു. ഒരിക്കലും ചൊല്ലില്ല എന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെ 4 പള്ളികൾ ചൊല്ലി തുടങ്ങി, പിന്നെ 8 പള്ളികളിലായി. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് 3 മണിക്കെങ്കിൽ 3 മണിക്ക് ഒരെണ്ണം ചൊല്ലാനായിട്ട് അവർ നിർബന്ധിതരായി. അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഞാൻ ഇന്നലെ പറഞ്ഞ 7 പടവുകൾ കഴിഞ്ഞു.
ഇല്ലേ? ആ 7 പടവുകളൊക്കെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചായിരുന്നു വിജയത്തിൻ്റെ. അപ്പം നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈശാചിക ശക്തികൾക്കെതിരെയുള്ള യുദ്ധം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടം ഇനിയും കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകണം. ആ പോരാട്ടത്തിനായി ചെയ്യേണ്ടത് ഈ ജൂലൈ മാസം 3-ാം തീയതി നിങ്ങൾ കൂട്ടമായി ചെന്ന് സഭയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, മാർപ്പാപ്പയുടെ കീഴിലായിരിക്കുന്നവർ, മെത്രാൻസിൻ്റെ തീരുമാനം അംഗീകരിക്കുന്നവർ കൂട്ടമായി ചെന്ന് വികാരിച്ചിട്ട് പറയണം, സഭയുടെ കുർബാന ഷെഡ്യൂൾഡ് സമയത്ത്. ജനാഭിമുഖം എന്ന് പറയുന്ന നിങ്ങളുടെ ഈ നീക്കുപോക്ക് കുർബാന അത് വേണമെങ്കിൽ മറ്റൊരു സമയത്ത് അൽമായ മുന്നേറ്റക്കാർക്ക് വേണ്ടി ചൊല്ലിക്കൊടുത്തോളൂ. അത് തട്ടിലും പാമ്പളനൊക്കെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. കാരണം അത് ശരിയായ രീതിയല്ല. പക്ഷെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു സമയത്ത് ചെയ്യാം. ഷെഡ്യൂൾഡ് സമയത്ത് അത് പറ്റില്ലെന്ന് കർശനമായിട്ട് നിങ്ങൾ പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കൂ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.